അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ സൗദിയിലെ പ്രവാസികളുടെ പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓരോ ദിവസവും ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലേക്ക് വരുന്ന ആളുകൾ സ്ഥിരമായി കഴിക്കുന്ന ഗുളികകളുണ്ടാവാം, വേദന സംഹാരികൾ, ആസ്തമ, അലർജി, അങ്ങനെ പലതരത്തിലുള്ള അസുഖത്തിലെ ഗുളികളുണ്ട് കഴിക്കുന്നവരുണ്ടാവാം. പക്ഷെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഡോക്ടർമാർ ബന്ധപ്പെട്ട് ഏതൊക്കെ കൊണ്ടുവരാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റാത്ത ഗുളികൾ നിങ്ങൾ കൊണ്ടുവരാം. എല്ലാത്തും കൊണ്ടുവരരുത്. ഒരാളിപ്പോൾ ഇതേപോലെ 6 മാസം മുമ്പ് ഗുളിക കൊണ്ടുവന്നു, അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് പിടിച്ചു, ജയിലിൽ 6 മാസം അടച്ചു. അദ്ദേഹത്തെ ഇന്നലെ ഇറക്കി വിട്ടു. ചെക്ക് ചെയ്തപ്പോൾ അതുവരെ കേസൊന്നുമില്ല. പക്ഷേ ഇനി അടുത്ത തുടർ നടപടികളിലേക്ക് നീങ്ങും, ശിക്ഷ ഉണ്ടാവും. അദ്ദേഹത്തെ വീണ്ടും വിളിക്കുകയും ചെയ്യും കോടതി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടി, കോടതിയെ ബന്ധപ്പെടാൻ വേണ്ടി ആളെ ഏർപ്പാടൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് അവിടെ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് ഒരാളെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരിൽ ബന്ധപ്പെടുക. കറക്റ്റ് ഡോക്ടർമാർ പറഞ്ഞു തരും ഏതൊക്കെ കൊണ്ടുവരാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റാത്തത്. അത് അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഡോക്ടറെ ഷീറ്റൊക്കെ വാങ്ങി അത് ശീലൊക്കെ വെച്ച് അത് കറക്റ്റായിട്ട് കൊണ്ടുവരിക, ബില്ലുകളും കാര്യങ്ങളൊക്കെ. അല്ലാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിടിക്കപ്പെട്ടാൽ വളരെ ബുദ്ധിമുട്ടാണ്. പല ആളുകൾ നിങ്ങളെ കയ്യിൽ തരും, ഇതിനകത്ത് കൊടുക്കാനുള്ള ഗുളിക എന്നൊക്കെ പറയും. കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങാതിരിക്കുക, ഏറ്റവും നല്ലത്. നിങ്ങളുടെ കുടുംബമാണ് ഏറ്റവും വലുത്. നമ്മളൊരു വാസലോകത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബം പറ്റാനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വയ്യാതാരാകരുത്, മറക്കരുത് സുഹൃത്തുക്കളെ. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.